ഹൈക്കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളി സുപ്രീം കോടതി. ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ ശരിവച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. നിർണായകമായൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആശ്രിത നിയമനം സംബന്ധിച്ചുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറുകയാണ് സുപ്രീം കോടതിയുടെ നിലവിലെ തീരുമാനം. സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിൻ്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയാണ് ശരിവച്ചിരിക്കുന്നത്. സർക്കാർ നൽകിയ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. എന്തുതന്നെയാലും സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് മുൻ എംഎൽഎയുടെ മകന് ഇത്തരത്തിലൊരു ആശ്രിത നിയമനം അനുവദിക്കുന്നത് അത് എങ്ങനെ ഒരു ആശ്രിത നിയമനമാകുമെന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം? ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത്. ഒരു എംഎൽഎയുടെ മകനെ എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതേസമയം പ്രശാന്ത് വാങ്ങിയ ശമ്പളം തിരിച്ചു പിടിക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 മന്ത്രിസഭാ തീരുമാന പ്രകാരമായിരുന്നു ആർ പ്രശാന്തിന് ജോലി നൽകിയത്. പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടായിരുന്നു നിയമനം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് വലിയ തോതിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു കെ രാമചന്ദ്രൻ നായരുടെ മകന് ആശ്രിത നിയമനം നൽകിയത്. പ്രത്യേക തസ്തിക സൃഷ്ടിക്കാൻ സർവീസ് ചട്ടം 39 പ്രകാരം മന്ത്രിസഭയ്ക്ക് പ്രത്യേകം അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആർ പ്രശാന്തിന് നിയമനം നൽകിയത്. എന്നാൽ ഇത് വലിയ വിവാദമായിരുന്നു. ഇതേ വിഷയം ഹൈക്കോടതി തള്ളിയതാണ്. അതായത് ഒരു എംഎൽഎയുടെ മകനെ എങ്ങനെ നിയമനം നൽകാനാകുമെന്ന് നേരത്തെ ഹൈക്കോടതിയും ചോദിച്ചിട്ടുണ്ട്. സാധാരണ സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് മാത്രമേ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതിയും കണ്ടെത്തിയത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രശാന്തിന് ആവശ്യമായ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാണ് സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്കിലാണ് നിയമനം നൽകിയിരുന്നത്. അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നും സർക്കാർ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇതിൽ പ്രത്യേക ചട്ടമുണ്ടെന്നായിരുന്നു, സർവീസ് ചട്ടത്തിൽ പ്രത്യേക നിയമമുണ്ടെന്നായിരുന്നു എന്ന് സർക്കാർ വാദിച്ചത്. എന്നാൽ ഹൈക്കോടതി കൂടി ഇത് തള്ളിയതോടെയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത്. അങ്ങനെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു വാദം തള്ളിക്കൊണ്ട് കെ രാമചന്ദ്രൻ നായരുടെ മകൻ നിയമനം സംബന്ധിച്ചിട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നത്. നന്ദൻ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം വിവാദങ്ങളും ചർച്ചയുമായ വിഷയം തന്നെയായിരുന്നു ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകിയ ഒരു നീക്കമെന്ന് പറയുന്നത്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പല വാദങ്ങൾ ചൂണ്ടിക്കാട്ടി ആശ്രിത നിയമനത്തിന് ഒരു നീക്കം ഉണ്ടാവുകയും ആശ്രിത നിയമനം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിലവിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിലവിൽ യോഗ്യതരായിട്ടുള്ള പല ആളുകളും ആശ്രിത നിയമനത്തിനായി അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. അങ്ങനെയെങ്കിൽ നിലവിൽ യോഗ്യതരായിട്ടുള്ള പല ആളുകളും പുറത്തു നിൽക്കുകയാണ്. പല മുൻപത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പല ആളുകളും ഇത്തരത്തിൽ ആശ്രിത നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ കാണിച്ച ഒരു വളരെ വലിയൊരു നീതി നിഷേധത്തിനുള്ള ഒരു മറുപടി കൂടിയല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തീരുമാനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? വിഷ്ണു, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അന്ന് വലിയ വിവാദമായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ തോതിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് CPM പ്രവർത്തകർക്ക്, യാതൊരു യോഗ്യതയുമില്ലാത്ത CPM പ്രവർത്തകർക്ക് അനർഹമായി അനധികൃതമായി പിൻവാതിൽ നിയമനങ്ങൾ നൽകുന്നത് 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദമായിരുന്നു. അതിനിടയിലാണ് ചെങ്ങന്നൂർ MLA ആയിരുന്ന കെ രാമചന്ദ്രൻ നായർ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ കടങ്ങൾ എഴുതി തള്ളുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് തീർപ്പാക്കുവാൻ വേണ്ടി സർക്കാർ സഹായം നൽകിയതും വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മകന് പ്രത്യേക നിയമനം, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് പ്രത്യേക നിയമനം നൽകിയത്. സർവീസ് ചട്ടം 39 പ്രകാരമായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം. മന്ത്രിസഭയ്ക്ക് ഇതിന് അധികാരമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി പോയി. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഇത് ഭരണഘടനാ ലംഘനമാണെന്നാണ്. അങ്ങനെയാണ് ഹൈക്കോടതിയും ഈ കേസ് തള്ളിയത്. അതിനുശേഷമാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി
കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാരിന് കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു MLA-യുടെ മകന് എങ്ങനെ നിയമനം നൽകാൻ കഴിയും, ആശ്രിത നിയമനം നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതി ആരാഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തോതിൽ സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പരാധീനതകൾ അടക്കം ചൂണ്ടിക്കാണിച്ച് ഇത്തരത്തിൽ ഉള്ള സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ ആശ്രിതർക്ക് നിയമനം നൽകാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരു മുൻ MLA-യുടെ മകന് പ്രത്യേക നിയമനം നൽകിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് രാഷ്ട്രീയപരമായി ഏറെ തിരിച്ചടി CPM-ന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നു ഇത്തരമൊരു തീരുമാനമെടുത്തത്. അന്ന് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച പല തീരുമാനങ്ങളും എടുത്തതിൽ ഏറ്റവും സുപ്രധാനമായിരുന്നു ഈ KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് പ്രത്യേക പദവി ജോലി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത്. അത് മന്ത്രിസഭയുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ അത് കൂടുതൽ കൂടി സുവ്യക്തമായിരിക്കുകയാണ്. അതായത് സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തി എന്നുള്ളതാണ്. സർവീസ് ചട്ടം 39-നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് KK രാമചന്ദ്രൻ നായരുടെ മകന് ഇത്തരത്തിൽ R പ്രശാന്തിന് ജോലി നൽകിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം. ആ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെയായിരുന്നു സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനം. ഏതായാലും സുപ്രീം കോടതിയും ഇപ്പോൾ അതിന് കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ്. നന്ദൻ, മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകാൻ നിയമപരമായി സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് മുൻപ് ചൂണ്ടിക്കാട്ടിയത്. സർവീസ് ചട്ടങ്ങൾ അതിന് അനുസരിച്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യം. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതിയും നേരത്തെ ചൂണ്ടിക്കാട്ടിയത് സർക്കാരിൻ്റെ ഈ ഒരു ചട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരിന് ഇടപെട്ടുകൊണ്ട് ഇങ്ങനൊരു ചട്ടം മാറ്റി അതിന് ആശ്രിത നിയമനം നൽകാനാകുമോ എന്നൊരു ചോദ്യം ഹൈക്കോടതി മുൻപ് ചോദിച്ചിരുന്നു. അതേ ചോദ്യം ഇവിടെ സുപ്രീം കോടതിയും ആരാഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ സർക്കാരിന് ഇഷ്ടം അനുസരിച്ച ഈ ഒരു ചട്ടം ഭേദഗതി നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആശ്രിത നിയമനം നൽകാനാകുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മുൻപ് കാലങ്ങളിൽ നടത്തിയ സർക്കാർ ഇത്തരത്തിൽ ഈ ഒരു ചട്ടം വെച്ച് നടത്തിയ എല്ലാ ആശ്രിത നിയമനങ്ങൾ ഒരിക്കൽ കൂടി പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ ഉള്ളത്? യഥാർത്ഥത്തിൽ ഇവിടെ അധികാര ദുർവിനിയോഗം എന്നുള്ളതിനപ്പുറം പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യം പ്രകടമാകുന്ന ഒരു നിയമനം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിരുന്നു ഈ രാമചന്ദ്രൻ നായരുടെ മകന് ജോലി നൽകിയതിലൂടെ വ്യക്തമായത്. അതിനേറ്റ കനത്ത പ്രഹരമാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമാക്കിയതാണ്, ഭരണഘടനാ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. അപ്പോഴും പിന്മാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പകരം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് വളരെ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഹർജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരെ ഒക്കെ തന്നെ അണിനിരത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് വെച്ചു. സർക്കാരിന് അതിനുള്ള അധികാരമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം. സർവീസ് ചട്ടം 39 പ്രകാരം മന്ത്രിസഭയ്ക്ക് അതിന് പ്രത്യേക അധികാരമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ ഇവിടെ ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളത്. പിന്നെ എങ്ങനെ ഒരു മുൻ MLA-യുടെ മകന് ആശ്രിത നിയമനം ബാധകമാകുമെന്നായിരുന്നു അന്ന് ഹൈക്കോടതി ചോദിച്ചത്. അന്ന് വ്യക്തമായ മറുപടി നൽകുവാൻ സർക്കാരിന്റെ പക്ഷമില്ലായിരുന്നു. മാത്രമല്ല, ഈ ഹർജി തള്ളിയോടുകൂടി സർക്കാർ അതിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് അവിടെ വ്യക്തമായത്. പകരം അവിടെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാനായിരുന്നു സർക്കാർ തിടുക്കം കാണിച്ചത്. സർക്കാർ പൊതുഖജനാവിൽ നിന്നും തന്നെ പണം ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇതിനെതിരെ ഘോരഘോരം വാദിച്ചു. എന്നാൽ ആ വാദങ്ങളൊന്നും തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മറിച്ച് കനത്ത പ്രഹരം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വന്നു. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഒരു മുൻ MLA-യുടെ മകനെ എങ്ങനെ ആശ്രിത നിയമനം നൽകാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അതേസമയം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അല്പം കരുണ
സംസ്ഥാന സർക്കാരിനോട് കാട്ടിയിട്ടുണ്ട്, അതായത് അല്ലെങ്കിൽ രാമചന്ദ്രൻ നായരുടെ മകനോട് കാട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹം ഇതുവരെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ ഇരുന്നുകൊണ്ട് ഇതുവരെ വാങ്ങിയ ശമ്പളം തിരിച്ചു പിടിക്കേണ്ട എന്നുള്ള ഒരു കരുണാപരമായ നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കായിരുന്നു ഈ ഒരു സംഭവം തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ച് ഈ 2018 കാലഘട്ടത്തിൽ വലിയ രീതിയിൽ പിൻവാതിൽ നിയമനങ്ങൾ നടന്നു. അതിന്റെ ഒരു മകുടോദാഹരണമായിരുന്നു ഈ അന്തരിച്ച മുൻ MLA-യുടെ മകന് നിയമനം നൽകിയത് എന്നായിരുന്നു പ്രതിപക്ഷവും BJP-യും അടക്കം ചൂണ്ടിക്കാണിച്ചത്. BJP ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു, പ്രത്യക്ഷ സമരങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇത്തരം സമരങ്ങൾ കൊണ്ടോ പ്രതിഷേധങ്ങൾ കൊണ്ടോ ഒന്നും സർക്കാർ പിൻവാങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ്. അവസാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടിയുണ്ടായി. പിന്നീട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ശരി, ഹൈക്കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവെച്ചാണ് സുപ്രീം കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. S നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.